അങ്ങനെ ഒറ്റ നോട്ടത്തില് ഈ ആൺകുട്ടികളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചേച്ചി, മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള ഒരു ചേച്ചി ഇപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും പല പടങ്ങളിലായിട്ട് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ ചേച്ചിയുടെ ആ സുവിശേഷ വാക്കുകളിലോട്ട് നമുക്ക് കേൾക്കാം. പണി സിനിമയിലത്തെ മറ്റേ ചെക്കനൊക്കെ ഇല്ലേ, പണി സിനിമയിലത്തെ അതുപോലത്തെ ഒരുമാതിരി ഒരു ലോ ക്ലാസ് ചെക്കന്മാരുടെ കൂടെയൊക്കെയാണ് ഈ പെൺപിള്ളേര് നടക്കണേ. കേരളവർമ്മ കോളേജ് വിട്ട സമയത്ത് ഒന്ന് അവിടെ വെറുതെ ബസ് സ്റ്റോപ്പിൽ വെറുതെ ഒന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ കാണാം നല്ല ഭംഗിയുള്ള പെൺപിള്ളേര്, ചൊക്കാന്ന് തുടുത്തിട്ട് ഇത്ര മുടിയൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പെൺപിള്ളേര് കണ്ടാണ്ടല്ലോ എനിക്ക് വേറെയൊക്കെ വായിൽ വരാം, അത് പറയാൻ കൊള്ളില്ല. കഞ്ചാവ്, കള്ള് അങ്ങനത്തെയുള്ള മറ്റേ ഈ ലഹരി സംഭവങ്ങൾക്ക് ഉപയോഗിച്ച് നടക്കുന്ന നമുക്ക് കണ്ടറിയാം അവനൊരു വശപ്പശ കാണുന്ന നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന അത് എന്താ കോമ്പിനേഷൻ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ പണി മൂവി. അതെങ്ങനെയാണ് ചേച്ചി ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അയാള് വശപ്പശ കാണോ അല്ലെങ്കിൽ അയാളൊരു കഞ്ചാവാണോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നൊക്കെ ചേച്ചിക്ക് അറിയുന്നത്? എന്തായാലും ആ ജ്ഞാനമുള്ള ഒരു മൈൻഡിനെ സമ്മതിക്കണം. ഒരാളിനെ നോക്കിയിട്ട് അയാൾ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോഡിൽ കൂടെ പോകണം എല്ലാവരുടെയും മനഃശാസ്ത്രം ചേച്ചിക്ക് മറ്റേ തൃക്കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പണി മൂവിയിലെ ആ പയ്യൻ മാത്രമല്ല, ഓഫീസർ മൂവിയിലെ ആ പെണ്ണുങ്ങളുടെ കാര്യം ചേച്ചി ഓർക്കുന്ന കുറച്ച് നല്ലതായിരിക്കും. പിന്നെ ഈ കാണുമ്പോ വശപ്പശക എന്ന് പറയുമ്പോ പണി മൂവിയിലെ ആ ഒരു താടി വളർത്തിയിട്ടുണ്ട്, പിന്നെ നോട്ടോ മാനറിസം, ഇതെല്ലാം അതൊരു സിനിമയാണ്. ആ ഒരു താടി വളർത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു നല്ല ഒരു കോസ്റ്റ്ലി ബൈക്കിൽ പോയത് കൊണ്ട് ഇതെല്ലാം കൊണ്ട് നടക്കുന്ന എല്ലാവരും ഈ കഞ്ചാവും ഈ മയക്കുമരുന്നും അടിമകളാണ് അല്ലെങ്കിൽ ഒരു വശപ്പശകുള്ള ഒരാളാണെന്നാണോ ചേച്ചി പറയുന്നത്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരുടെ കാര്യം എങ്ങനെയാന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഈ പറഞ്ഞ ഒറ്റ നോട്ടത്തില് അവന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ചേച്ചി എന്തായാലും വലിയൊരു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം ആലോചിക്കാൻ പോകുന്ന സമയത്ത് പെൺപിള്ളേരിന്റെ അച്ഛന്മാര് ഈ വീഡിയോ കണ്ടെങ്കിൽ പുള്ളിക്കാരിയായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. കാരണം ഈ ചേച്ചിക്ക് ആ പയ്യൻ വശപ്പശകുള്ളതാണോ അല്ലയോ എന്ന് വരെ തീരുമാനിക്കാൻ പറ്റുന്ന ലെവലിലാണ് ഈ ചേച്ചിയുടെ മട്ടും ഭാവവും.